ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും കഴിഞ്ഞ വീഡിയോസുകളൊക്കെ കണ്ടിട്ടുണ്ടാകും. ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓണം അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളൊരു വീഡിയോ തയ്യാറാക്കുന്നത് സത്യത്തിൽ ഒരുപാട് പേർക്ക് ആവശ്യമുള്ളതും ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഓണം വരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ആവശ്യമുള്ളൊരു വീഡിയോ ആണ്. കാരണം നമുക്കറിയാം, ഓണത്തിന് സ്കൂളിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ക്ലബ്ബുകളിലായിക്കോട്ടെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഓണത്തിന് പൂക്കള മത്സരം, പൂക്കളം ഇടുക എന്ന് പറയുന്നത് തന്നെ ഓണത്തിന് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ. പൂക്കളൊക്കെ ഇട്ട് ഓണത്തപ്പനെയും മാവേലിയും ഒക്കെ വരവേൽക്കുന്ന ആ ഒരു മുഹൂർത്തം അല്ലേ. അപ്പോൾ നമുക്കറിയാം, പൂക്കളം ഇടുക എന്ന് പറയുന്നത് സത്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ പൂക്കള മത്സരത്തിൽ 1ാം സ്ഥാനം നേടുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഞാൻ ഒരുപാട് എന്താ പറയുക, കോളേജിൽ പഠിക്കുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴായിക്കോട്ടെ ഒരുപാട് പൂക്കള മത്സരം കണ്ടിട്ടുണ്ട്, അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പലതും സമ്മാനം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കുറച്ച് ടിപ്സുകളാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. എന്തായാലും ഞങ്ങൾ ഒരു പൂക്കളം ഞങ്ങൾ ഇടുന്നുണ്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് 1ാം സ്ഥാനം അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് പൂക്കളം മത്സരത്തിൽ 1ാം സ്ഥാനം നേടണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ടിപ്സുകൾ പറഞ്ഞു തരാം. മറ്റൊന്നല്ല, നമുക്കറിയാം പൂക്കളം എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു പൂവാണ്, പൂക്കളമാണ്. അപ്പോൾ പൂവിൻ്റെ ഒരു കളമാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അതിന് കൃത്യമായിട്ട് ഒറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ളൂ. അതായത് അത്യാവശ്യം എന്താ പറയുക, ഈ കലാപരമായിട്ട് പൂക്കളമൊക്കെ അല്ലെങ്കിൽ ചിത്രമൊക്കെ വരയ്ക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒരു സപ്പോർട്ട് വാങ്ങുക, എന്നിട്ട് മനോഹരമായിട്ടുള്ളൊരു കളം തീർക്കുക. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആ ഒരു പൂക്കളം നമുക്ക് റെഡിയാക്കാം അല്ലേ. റെഡിയല്ലേ നിങ്ങൾ? ഓക്കെ. പൂക്കളം ഇട്ട് തുടങ്ങിയിരിക്കുകയാണ്, സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ടിപ്സ് ഉണ്ട്. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പൂക്കള മത്സരത്തിൽ 1ാം സ്ഥാനം നേടുക അല്ലെങ്കിൽ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പൂക്കൾ ഇടുക എന്നൊക്കെയാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ പൂക്കള മത്സരത്തിൽ നമ്മളിപ്പോൾ 1ാം സ്ഥാനം നേടുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്ന്, നല്ലൊരു എന്താ പറയുക, നല്ല വരക്കാരൊക്കെ അറിയുന്ന, പെയിൻറ്റിംഗ് ഒക്കെ അറിയുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ചാർജ് കൊടുക്കുക. അത് ചെയ്യാൻ വേണ്ടി ബാക്കി എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. എല്ലാവരും കയറി ഇഷ്ടപ്പെട്ട ഒരു കളർ നീ വരച്ച് ഒരു കളർ ഒരാൾ വരക്കുന്നത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നലെ നമ്മൾ രാത്രി കളം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല എന്താ പറയുക, കറക്റ്റ് അളവിൽ അത് ഒന്ന് എന്താ പറയുക വരച്ച് വെച്ച്, പിന്നെ അതിനുശേഷം നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, ഇനി പൂവ് ഇടാൻ പോവാണ്. പൂവിടുന്ന സമയത്ത് നമുക്കറിയാം നാടൻ പൂക്കൾ, ഒരുപാട് പൂക്കളുണ്ട്. നാടൻ പൂക്കൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. 10 തരം നമുക്കറിയാം, 10 തിരുവോണമാണ്. അപ്പോൾ 10 തരം തന്നെ നമുക്ക് വേണം, പൂവ് നിർബന്ധമാണ്. അത് ഓരോ സ്ഥലത്ത് ജഡ്ജസ് വന്നിട്ട് ഓരോ ക്രൈറ്റീരിയ പറയും, അതിനനുസരിച്ച് തന്നെ അത് കേട്ട് തന്നെ ഇടുക. ചില സ്ഥലത്ത് അങ്ങനെ എന്താ പറയുക, പൂവിന് ചിലപ്പം കണക്കുണ്ടാവില്ല, ചിലപ്പോൾ 10 തന്നെ വേണ്ടി വരും. അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ പൂക്കളത്തിൻ്റെ ലാസ്റ്റ് എൻഡ് റൗണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. റൗണ്ടിലായിരിക്കണം അവസാനിക്കേണ്ടത്. അപ്പം നമുക്ക് ഓരോന്ന് ചെയ്യുന്ന സമയത്ത് ഓരോരോ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. എനിവേ, ആദ്യം നമ്മൾ എന്താ ചെയ്യുക, തുമ്പപ്പൂവ്. നമുക്കറിയാം, തുമ്പപ്പൂവ് പറ്റുമെങ്കിൽ നടുവിൽ തുമ്പപ്പൂവ് യൂസ് ചെയ്യുക. തുമ്പപ്പൂവ് നല്ലൊരു മാർക്കാണ്. ഫസ്റ്റ് തന്നെ നടുവിൽ കാണുന്ന സമയത്ത് നാടൻ പൂവിന് കുറച്ചും കൂടെ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുക. വാടിയ പൂക്കളൊക്കെ ഒഴിവാക്കി നല്ല ഫ്രഷ് പൂക്കളിട്ട് നല്ല ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക. പിന്നെ നമുക്ക് ഓരോ എന്താ പറയുക, പൂവിട്ട് വരുന്ന സമയത്ത് നമുക്കതിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഞാൻ പറയാം. എനിവേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ.
ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. വിഷു തുടങ്ങിയാലോ? ഓക്കെ, തുടങ്ങിക്കാം. ഇത് വേറൊരു പ്രത്യേകത ഇവിടെ ഉണ്ടല്ലോ, ഓണമല്ല. എന്താ വിഷയം? ഇന്നത്തെ പ്രത്യേകത എന്താ? ഓണമാണ്. എന്റെ ലാലോട്ടന്റെ ബർത്ത്ഡേ ആണ്. താങ്ക് യു. ഇന്നലെ രാത്രി വൈശുവിന്റെ ഗംഭീര സർപ്രൈസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് ചീറ്റിട്ടുണ്ട്, പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ വേറെതായിരുന്നു മൂപ്പർ പ്ലാൻ ചെയ്തത്. സംഭവം എന്തായാലും അടിപൊളി. അതെന്തായാലും നിങ്ങൾ കാണുമല്ലോ, ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നമുക്കിപ്പോൾ നമ്മുടെ ടാർഗറ്റ് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൂക്കൾ ഇടുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അതിലേക്ക് നമ്മൾ എന്താ പറയുക നിൽക്കുകയാണ്. പിന്നെ പൂവിൻ്റെ ഒരു ഭംഗി എന്താ പറയുക 3Dയിലൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ആനിമേഷൻ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ കാണിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് കൂടുതൽ കിട്ടും. ഇങ്ങനെ നമുക്ക് മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം, മാക്സിമം എങ്ങനെ സ്കോർ ചെയ്യാമെന്നുള്ള നോക്കി ഇതിലിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഷെയ്ഡ് നമുക്കറിയാം, ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് പോയാൽ ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് പോകാം. അങ്ങനെയൊക്കെ നമ്മളൊരു എന്താ പറയുക എന്തെങ്കിലും ഒരു ടാസ്ക് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അത്തരത്തിലുള്ള 3Dയും കളറിങ് കോമ്പിനേഷനും ഇതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്, പരീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം സപ്പോർട്ട് വേണം. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ബാക്കി നമുക്ക് എന്താ പറയുക പൂവിടുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാം. ഓക്കെ, നമ്മുടെ പൂക്കളം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പൂവ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന്, കത്രിക ഒക്കെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കിയിട്ട് ബ്ലേഡ് ഉപയോഗിക്കുന്നുണ്ട് നല്ലതാണ്. അതുപോലെ തന്നെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം. പിന്നെ പൂവ് സെലക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ 2 കളറ് എന്താ പറയുക വരുന്ന പൂക്കളുണ്ടാവും. 2 കളറായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത് അത്തരം പൂക്കൾ ഒഴിവാക്കുക. 1 കളറ് തന്നെ വരുന്ന പൂവുണ്ടാവും. അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, അത്തരം പൂക്കൾ നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യാൻ നോക്കുക മാക്സിമം. ഓക്കെ, പിന്നെ ചില കളേഴ്സ് ഉണ്ടാവും, ഡ്യുവൽ കളേഴ്സ് എല്ലാം വരുന്ന പൂക്കൾ എന്താ പറയുക ചില കളങ്ങൾ പൂക്കളത്തിൽ തന്നെ ചില കളത്തിലിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. പ്രത്യേകിച്ച് അതായത് നടു ഭാഗത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്തരം പൂക്കൾക്ക് നല്ല ഭംഗിയുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, പൂവിന് പകരം ഇല ഉപയോഗിക്കുന്ന പരിപാടി, അത്തരം പരിപാടിയൊന്നും നമ്മൾ ചെയ്യരുത്. കാരണം നമുക്കറിയാം പൂക്കളമാണ് നമ്മൾ ഇടുന്നത് അല്ലേ, ഇലക്കളമല്ല. അപ്പോൾ അതുകൊണ്ട് പൂവ് തന്നെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക ഉപയോഗിക്കുക. മാക്സിമം എന്നല്ല, പൂവ് മാത്രം ഉപയോഗിക്കുക. പിന്നെ മറ്റുള്ള മണ്ണ്, പൊടി കലക്കിയത് അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട് പലരും. അതൊന്നും ചെയ്യരുത്. നമ്മളൊരു പെർഫെക്റ്റ് പൂക്കളമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ജഡ്ജസുകൾ കണ്ടു കഴിഞ്ഞാൽ, അതായത് ഇത്തരം പൊടികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാർക്കായിരിക്കും, മാർക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല പൂവ് ഉപയോഗിക്കുക, നല്ല ഫ്രഷ് പൂവ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അങ്ങനെ നമ്മളിപ്പോൾ പൂക്കളം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട്. അതായത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റ് തുടക്കം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ലൈൻസൊക്കെ കറക്റ്റ് കീപ്പ് ചെയ്ത് കൊണ്ടുവരിക. കാരണം പിന്നീട് ലാസ്റ്റ് അത് റെഡിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ആദ്യം തന്നെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇട്ട് വരുന്ന സമയത്ത് തന്നെ എല്ലാം റെഡിയാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ഒരു 3D മോഡലാണ് ഫസ്റ്റ് ഉദ്ദേശിക്കുന്നത്. 3D കുറച്ചും കൂടെ നമുക്ക് കാണുന്ന സമയത്ത് ജഡ്ജസിന് മാർക്ക് ലേശം കൂടെ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ 3D ആണ് നോക്കുന്നത്. ഇപ്പോൾ 3D വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അത്തരം മോഡലായിട്ടുള്ളൊരു കളമാണ് സെലക്ട് ചെയ്തത്. 3D മോഡലുള്ളൊരു കളം സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരേ ലെവലിൽ നമ്മളിടുക, പൂവ് ചെതറാതെ ഒരേ ലെവലിടുക. എന്നിട്ട് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് സെലക്ട് ചെയ്ത് എന്താക്കുക, ഒരു സൈഡ് സെലക്ട് ചെയ്തിട്ട് പൂവ് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു സൈഡിൽ മാക്സിമം കുറച്ച് കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു സൈഡ് സെലക്ട് ചെയ്യും.
ഈ ഒരു സൈഡിൽ നമ്മൾ ലേശം കൂടുതൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഇതേ ലെവലിൽ നമുക്ക് ഫുള്ളായിട്ട് നിർത്തി നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പൂക്കള മത്സരത്തിന് ഉണ്ടാകുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സമയം പറയും. ആ സമയത്തിനുള്ളിൽ നമ്മൾ പൂവിട്ട് തീരണം. അപ്പോൾ സംഭവിക്കുന്ന വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വളരെ റിസ്ക് പിടിച്ച കളമൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരുപാട് സമയം പോകും. പിന്നീട് ലാസ്റ്റ് ബാലൻസ് വരുന്ന സമയത്ത് ലാസ്റ്റ് എല്ലാവരും പറയും എന്നാൽ പിന്നെ എല്ലാവരും കൂടെ ഒന്ന് വാരിയിട് എന്ന് പറഞ്ഞിട്ട് ആ കളം ബോറാക്കും. അപ്പം സമയം കൂടെ നമ്മൾ കീപ്പ് ചെയ്യണം, അത് ശ്രദ്ധിക്കണം. പിന്നെ പൂവിടുന്ന സമയത്ത് നിലം കാണാത്ത രീതിയിൽ ഇടുക, അതൊക്കെ തുടക്കത്തിലേ ഇട്ട് വരിക. നമുക്ക് കഴിഞ്ഞാൽ ഫൈനൽ കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് നോക്കുമ്പോൾ എവിടെയും കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ കുറച്ചെന്ത് ചെയ്യാം, ഫ്രഷ് പൂവൊക്കെ ഉണ്ടാക്കി. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പൂവിടുന്ന സമയത്ത് ചില കളങ്ങൾ നല്ല ഭംഗിയിലിടുന്ന സമയത്ത് പെട്ടെന്ന് ചുരുങ്ങിപ്പോകുന്ന പൂക്കളുണ്ടാവും. അത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിപ്പോകുന്നു. അപ്പം നമ്മളെല്ലാ പൂക്കളും ഇട്ട് ഒരു കളം മാത്രമേ ഉണ്ടാകുക വാടിക്കിടക്കുന്നത്. അപ്പോൾ അത് നമ്മളെന്താ പറയുക, നല്ല ചിരിക്കുന്ന സമയത്ത് ഒരു പല്ല് പോയി എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാകും, നല്ല വിഷയം. അപ്പോൾ അതുകൊണ്ട് പിന്നെ പൂവിടുന്ന ആ പൂവിനെ നമ്മളൊന്ന് നോക്കുക, അത് പെട്ടെന്ന് വാടിപ്പോകുന്നതാണ്. അങ്ങനത്തെ പൂക്കൾ ഇടാണ്ട് നിൽക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ എൻഡ് അത് വളരെ ക്ലിയർ ആയിരിക്കണം. ലാസ്റ്റ് നമ്മൾ ആദ്യം വരച്ചൊരു വട്ടമുണ്ട്, ആ വട്ടത്തിൽ തന്നെ ഫിനിഷ് ചെയ്ത് വെക്കുക. അപ്പോഴാണ് ഇത് കറക്റ്റ് വട്ടമായിട്ട് നമ്മൾ കാണുക. ഓക്കെ.